ചിന്തിക്കാം. ഓനൊന്ന് നശിച്ചു കാരണം, എല്ലാം നഷ്ടപ്പെട്ട് കാരണം, ഇതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ? എവിടെ കൊണ്ട് കഴുകും പെങ്ങളെ ഈ പാവം? പെണ്ണുങ്ങളാ കൂടുതലും, ആണുങ്ങളെക്കാരില്ലേ ഈ പണിക്കൊക്കെ? അവിടെ ഇവിടെയും പോയിട്ട് ചെയ്യുന്നത് ആണുങ്ങളെക്കാരും കൂടുതൽ. നീയൊക്കെ രക്ഷപ്പെടുവോ സഹോദരി? എത്രയോ പേര്. ഞാനൊരു മനുഷ്യനെ കണ്ടു, അദ്ദേഹം എന്റെ അടുക്കൽ വന്നിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, എന്റെ വാപ്പ മരിച്ചു ഇവിടെ വെച്ച്, എന്റെ ഉമ്മ മരിച്ചു, എന്റെ മകനും മരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ പറഞ്ഞു ഞാനും എന്റെ ഭാര്യയും ഉള്ളത്, ഇപ്പൊ പോയപ്പോ പറഞ്ഞു ഭാര്യയും മരിച്ചു, ഇനി ഞാൻ മാത്രം. എത്രയോ പേര് സഹോദരങ്ങളെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വല്ലാഹി നിങ്ങൾ രക്ഷപ്പെടൂല. മറ്റൊരാള് നശിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങൾ ചെയ്ത് തകർക്കാൻ നോക്കുന്നവർ, നിങ്ങൾ നിങ്ങളുടെ ജീവിതവാ തകർക്കണേ. നിങ്ങളൊരു അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരുത്തൻ നശിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു ഹാഫിളായ പയ്യനെ ഞാൻ കണ്ടു. ഹാഫിളായ, അവന്റെ നാക്ക് മുറിഞ്ഞു, അവന്റെ നാക്ക് മുറിഞ്ഞു, കൈയൊക്കെ കാണിച്ചു തന്നു, കൈയൊക്കെ മുറിച്ചു വെച്ചിരിക്ക. ഞാൻ ചോദിച്ചു, അവൻ ഖുർആൻ പഠിച്ചവനാ. അവസാനം എന്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ്, ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ? ഇത് ചെയ്തതാരാണെന്ന് അറിയുമ്പോഴാ ഉസ്താദ് നെഞ്ചു പൊട്ടിപ്പോകണേ. നമ്മുടെ ഉമ്മയുടെ സഹോദരി, വാപ്പയുടെ സഹോദരി, സ്വന്തം കൂടപ്പറപ്പ്, ഉമ്മയുടെ ഇങ്ങനെയുള്ളവര് ചെയ്തതായി എന്ന് അറിയുന്ന സമയത്തുണ്ടാകുന്ന വേദന. അവസാനം ഇറങ്ങുമ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ, 8 മാസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഖുർആൻ മറന്നു തുടങ്ങി, ദുആ ചെയ്യണേ, അള്ളാഹു അവന് ഓർമ്മശക്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയ